വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കൈകോർക്കാം ആഹ്വാനം ചെയ്ത് ജില്ലാ കളക്ടർ. വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം തുടങ്ങിയ ആവശ്യ വസ്തുക്കൾ എത്തിക്കാനാണ് നിർദ്ദേശം. സന്നദ്ധരായ വ്യക്തികളും സംഘടനകളും കളക്ടറേറ്റ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. 88 48 44 66 21 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശം. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി മന്ത്രി MB രാജേഷ് അറിയിച്ചു. 12 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാഹചര്യം വിലയിരുത്തി ഉത്തരവിന് കാത്തുനിൽക്കാതെ നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്യാമ്പുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കാൻ സമീപത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം കൂടി തേടുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥരെ പുനർവിന്യസിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വൈത്തിരി താലൂക്കിലെ മുണ്ടക്കൈ എന്ന പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ 70 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 120 പേരെ പരിക്കുകളോടെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എത്ര പേരെ കാണാതായെന്ന് കൃത്യമായ കണക്കുകൾ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിൽ കുടുങ്ങിയ ആളെ മണിക്കൂറുകൾക്കു ശേഷം അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. ഉരുൾപൊട്ടലിൽ കല്ലും മണ്ണുമെല്ലാം വീടുകളിലും മറ്റും തകർത്തുകൊണ്ട് ഒഴുകിയ സ്ഥലത്തേക്ക് സമീപത്തെ ചെളിയിൽ കുടുങ്ങിയ ആളെയാണ് രക്ഷപ്പെടുത്തിയത്. മലവെള്ളപ്പാച്ചിലിന്റെ ഒഴുക്ക് ഈ ഭാഗത്ത് കുറഞ്ഞിരുന്നെങ്കിലും ചെളിയിൽ ആഴ്ന്നു പോകുകയായിരുന്നു. മുട്ടോളം ചെളിയിൽ കുടുങ്ങി നിന്നയാളുടെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. രക്ഷപ്പെടുത്താൻ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർ ആദ്യം അടുത്തേക്ക് എത്താനായില്ല. കുടുങ്ങിയ ആൾ നിന്നിരുന്ന സ്ഥലത്തിന് സമീപം ഒഴുക്കുണ്ടായിരുന്നെങ്കിലും ഇതിനെ അതിജീവിച്ച് രക്ഷാപ്രവർത്തകർ ആളുടെ അടുത്തെത്തി ചെളിയിൽ നിന്നും പുറത്തെടുക്കുകയായിരുന്നു. മുണ്ടക്കൈ UP സ്കൂളിന് സമീപത്ത് നിന്നാണ് ഇയാളെ മണ്ണിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ എല്ലാവരുടെയും മനസ്സിൽ ഭീതി ഉയർത്തിയിരിക്കുകയാണ്. വയനാടിന് വേണ്ടി എല്ലാവർക്കും കൈകോർക്കാം എന്ന ഹാഷ്ടാഗിലൂടെയാണ് കളക്ടർ ആവശ്യങ്ങളായി എത്തിയിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളോ വസ്ത്രങ്ങളോ മറ്റ് എന്തുമാകട്ടെ ഇവർക്ക് വേണ്ടി നമുക്ക് നൽകാൻ കഴിയും.